നമസ്കാരം, IW ക്യാമ്പസിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പവർ ബി ഐയെ പറ്റിയാണ്. എന്താണ് ഈ ഒരു പവർ ബി ഐ, അതേപോലെ നമ്മൾ ഈ ഒരു പവർ ബി ഐ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ എന്തുകൊണ്ടാണ് കൂടുതൽ കമ്പനികൾ ഈ പവർ ബി ഐയിലേക്ക് വരുന്നത്, അതുപോലെ ഈ ഒരു പവർ ബി ഐ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റി ഒരു കംപ്ലീറ്റ് ഒരു ഓവർവ്യൂവും അതുപോലെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ പവർ ബി ഐ ഒക്കെ യൂസ് ചെയ്തിട്ട് പല ഡേറ്റ ഇൻസൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും അതുപോലെ ഡേറ്റ അനലിറ്റിക്സിനെ പറ്റിയും കുറച്ച് ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾ പവർ ബി ഐയിൽ പുതിയതായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ വീഡിയോയിലുണ്ടാവും. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് പവർ ബി ഐ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്ന ഡാഷ്ബോർഡ് ഇത് നമ്മൾ പവർ ബി ഐയിൽ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു പവർ ബി ഐയുടെ UI ആണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ പവർ ബി ഐ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഒരു ഡാഷ്ബോർഡ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡ് ഒരു ഓൺലൈൻ മൊബൈൽ സെയിൽസിൻ്റെ ഒരു സാമ്പിൾ ഡേറ്റ എടുത്തിട്ട് ചെയ്തേക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള കളർഫുള്ളായിട്ടുള്ളൊരു ഇൻഫോഗ്രാഫിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് എക്സൽ ഷീറ്റൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ വിഷ്വലൈസേഷനിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണുമായിരിക്കും നല്ലതല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ചോളം ഇത് നോക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് ഇപ്പം ഓരോ സ്റ്റോക്കിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂവിൻ്റെ കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ഓരോ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള സെയിലിൻ്റെ കാര്യങ്ങൾ, അതുപോലെ അങ്ങനെ നമുക്ക് കുറേ ഇൻഫർമേഷൻ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു പവർ ബി ഐയുടെ ഒരു അഡ്വാൻറ്റേജ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോ ആയിട്ടുള്ള ഡേറ്റ നമുക്ക് പലയിടത്തു നിന്നും, ഇപ്പോൾ എക്സലിൽ നിന്നാണെങ്കിലും പല ഡേറ്റാ ബേസുകളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും URL നിന്നൊക്കെയുള്ള ഡേറ്റ നമുക്ക് ഫെച്ച് ചെയ്തെടുത്തിട്ട് നമുക്കതിനെ വെച്ചിട്ട് ഇതുപോലുള്ള മീനിങ് ഫുള്ളായിട്ടുള്ള പല രീതിയിലുള്ള ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വഴി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള കറണ്ട് സ്റ്റാറ്റസ് ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ വ്യക്തമായിട്ട് അവർക്കിത് കാണാൻ പറ്റും. അവർക്ക് ഇതിനകത്ത് കൂടുതൽ ഫിൽട്ടർ ചെയ്ത് പോകണമെങ്കിൽ ഈസി ആയിട്ട് കൂടുതൽ ഡേറ്റ അല്ലെങ്കിൽ അതിനകത്ത് ഇൻസൈറ്റ്സ് ഫിൽട്ടർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതാണ് പവർ ബി ഐയുടെ അഡ്വാൻറ്റേജ്. അപ്പോൾ അതുകൊണ്ടാണ് കമ്പനികൾ കൂടുതലും പവർ ബി ഐ പോലുള്ള പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു ബിസിനസ് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റോ ഡേറ്റയെ, അതായത് എക്സൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് പല രീതിയിലുള്ള റോ ഡേറ്റ കിട്ടുന്നത്, ആ ഡേറ്റയെ നമുക്ക് ഇൻട്രാക്റ്റീവും അല്ലെങ്കിൽ വളരെ വിഷ്വലൈസേഷനുള്ള റിപ്പോർട്ടുകളും ഡാഷ്ബോർഡുകളും ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അത് ബേസ് ചെയ്തിട്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാൻ പറ്റും. അപ്പം ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡാഷ്ബോർഡുകൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഡാഷ്ബോർഡുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നമുക്ക് ഹിഡൻ ആയിട്ടുള്ള ട്രെൻഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ KPI നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഏറ്റവും അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ഇൻഫോംഡ് ആയിട്ടുള്ള ബിസിനസ് ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് മൈക്രോസോഫ്റ്റിൻ്റെ പവർ ബി ഐ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വലിയ എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എക്സലിലൊക്കെ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് മൾട്ടിപ്പിൾ സോഴ്സുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്ത്, റോ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഈ രീതിയിലുള്ള ഇൻഫോഗ്രാഫിക്സ് ആയിട്ടും അല്ലെങ്കിൽ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് റിയൽ ടൈം മോണിറ്ററിംഗ് ആണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഡേറ്റയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ആ ഡാഷ്ബോർഡിൽ അത് അപ്ഡേറ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് ആർക്കും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഡാഷ്ബോർഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവഴി നമുക്ക് ജസ്റ്റ് കുറേ റോ ഡേറ്റ വെച്ച് അനലൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട്, ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കുന്ന ആ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു പവർ ബി ഐയുടെ അഡ്വാൻറ്റേജും, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് പവർ ബി ഐ യൂസ് ചെയ്യുന്നത്.